ഇവനെയൊക്കെ പോലെ കുറെ എണ്ണമുണ്ട്. വണ്ടി കയ്യിൽ കിട്ടിയാൽ അഭ്യാസം കാണിച്ച് ബാക്കിയുള്ളവരെയും കൊലയ്ക്ക് കൊടുക്കുന്നവന്മാർ. ഇവന്മാരെ വിശ്വസിച്ചല്ലേ നമ്മൾ കുടുംബത്തോടെ യാത്ര പോകാൻ വേണ്ടി വണ്ടി വിളിക്കുന്നത്. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് പിന്നാലെ ഉയരുന്ന ചില ശാപവാക്കുകൾ, സോഷ്യൽ മീഡിയയിൽ അതിരു വിട്ടുപോകുന്ന കുറ്റപ്പെടുത്തലുകൾ. ഇമാതിരി ഡ്രൈവർമാരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്നാണ് സോഷ്യൽ മീഡിയ ജഡ്ജിമാർ വിധി എഴുതിയിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇത്. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വാഹനം ഓടിച്ചിരുന്ന നൌഷാദ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹം സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. അതുവരെ ഈ ശാപവാക്കുകൾ ദയവായി ഒഴിവാക്കുക. എത്രയോ അപകടങ്ങൾ നമുക്ക് മുന്നിൽ നടന്നിട്ടുണ്ട്. അതിൽ രക്ഷപ്പെടുന്ന ഡ്രൈവർമാരുടെ പിന്നീടുള്ള ജീവിതം ആരും അന്വേഷിക്കാറില്ല. ഒരു മാധ്യമങ്ങളും അതിന് പിന്നാലെ പോകാറുമില്ല. പിന്നീട് അവർ നേരിടുന്ന ഒരു ട്രോമയുണ്ട്. ഉറങ്ങാനാകാതെ, സമാധാനത്തോടെ ഒരു നിമിഷം കഴിയാനാകാതെ ജീവശപം പോലെ കുറെ മനുഷ്യർ. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ശ്വാസം നിലയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു കുഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി ഓടി ഒരു ബസിൻ്റെ മുന്നിലേക്ക് ചാടുന്നത്. ആ ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അന്ന് ഡ്രൈവർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് പിന്നീട് ബസ്സിൽ കയറാൻ പേടിയായിരുന്നു, വളയം പിടിക്കുമ്പോൾ കയ്യും കാലും വിറയ്ക്കുന്നുവെന്ന്. അയാൾ കടന്നുപോയത് ആ ഒരു ട്രോമയിലൂടെയാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, അറിയാതെ പറ്റിപ്പോകുന്ന പിഴവിന് കുറേ മനുഷ്യർ മരണപ്പെട്ടു പോയാൽ പിന്നീട് ഡ്രൈവർമാർ അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ. സോഷ്യൽ മീഡിയയിലെ ഈ കീറിമുറിക്കലുകൾ അവസാനിപ്പിക്കുക. അപകടത്തിൽപ്പെട്ട ബാക്കിയുള്ളവർ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയുണ്ട്. ഗുരുതര പിഴവ് ഡ്രൈവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നിസ്സാരമല്ല. ഇനി ഒരു ഡ്രൈവർമാർക്ക് പോലും ഇത്തരം ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല. നമ്മളും ചില മുൻകരുതലുകൾ ഇതിൽ സ്വീകരിക്കണം. ട്രാവലർ ഡ്രൈവർ ഫാഹിസിന് പകരം യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെതാണ് ഈ കണ്ടെത്തൽ. ഇതിലെന്താണ് ഇത്ര പിഴവ്? സ്കൂൾ ബസ് ഡ്രൈവർക്ക് ട്രാവലർ ഓടിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ ഒന്ന് ഓർക്കുക, സ്ഥിരം യാത്രകൾ പോയി റോഡുകളും ചുരങ്ങളും ഒക്കെ പരിചയമുള്ളവരാണ് ട്രാവലർ ഡ്രൈവർമാർ. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ അത്ര എക്സ്പേർട്ടായ ഡ്രൈവർമാരെയും നല്ല കണ്ടീഷനായ വണ്ടിയും വിളിക്കുക. യാത്ര പോകുന്നവർ ഒരിക്കലും ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എങ്ങനെയെങ്കിലും കുറച്ചാളെ കൂട്ടി യാത്ര പോകുക എന്നൊരു ചിന്ത മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒക്കെ വെക്കേഷൻ ആഘോഷമാക്കാൻ പോകുന്നവർ ഒരുപാടുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കുക. ദയവായി നിങ്ങളുടെ സുരക്ഷയ്ക്ക് ആദ്യം മുൻകരുതൽ കൊടുക്കുക. അധികം ആൾക്കാരും ഹൈറേഞ്ചാണ് ഈ വെക്കേഷൻ സമയത്തൊക്കെ തിരഞ്ഞെടുക്കുക. ചുരങ്ങൾ കയറുക അത്ര എളുപ്പമൊന്നുമല്ല. മനസ്സൊന്ന് പാളിപ്പോയാൽ മുന്നിൽ വലിയ അപകടം പതിയിരിക്കുന്നു. വണ്ടി ഓടിച്ച് തഴക്കവും പഴക്കവും വന്നവർക്ക് പോലും ചുരം കയറുമ്പോൾ ചില സമയം കൈവിറയ്ക്കും. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മൾ മനസ്സിലാക്കുക. ഈസി എന്ന് നമ്മൾ കരുതും, പക്ഷേ അത്ര ഈസി ഒന്നുമല്ല. KSRTC ബസ്സുകളും ചരക്ക് ലോറികളും ചുരം എന്തോ അവരുടെ അങ്കത്തട്ട് പോലെയാണ്. ഒരു മയവും കാണിക്കാതെയാണ് ഓടിച്ച് കയറുന്നതും ഇറങ്ങുന്നതും. എത്ര അഭ്യാസിയാണെങ്കിലും മറ്റു വാഹനങ്ങൾ ഈ സമയം ഒന്ന് വിറയ്ക്കും, KSRTCയും ചരക്ക് ലോറിയും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ പിന്നെ പരിചയമില്ലാത്ത ഒരാൾ ആ റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോഴുള്ള സ്ഥിതി ഒന്ന് ഊഹിച്ചു നോക്കാമല്ലോ. ഇതൊക്കെ വലിയ അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഈ ട്രാവലറിലൊക്കെ യാത്ര പോകുമ്പോൾ, കുടുംബത്തോടൊപ്പം ഒക്കെ പോകുമ്പോൾ വലിയൊരു ആഘോഷമാണ് ആ വാഹനത്തിനുള്ളിൽ നടക്കുന്നത്. അത് ഒത്തുകൂടുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്ന് കൈവിട്ടു പോയി കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണ്. വെക്കേഷൻ സമയം യാത്രകൾ പോകുന്നവർ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ രാത്രികാലങ്ങളിൽ യാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡ്രൈവറോടൊപ്പം തന്നെ മറ്റൊരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഉറക്കമൊക്കെ, ക്ഷീണവും ഉറക്കവും ഒക്കെ എല്ലാ മനുഷ്യർക്കും വരുമല്ലോ. ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവറോടൊപ്പം തന്നെ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് വാഹനം 9ാം വളവിൽ വന്ന് പതിക്കുന്നു. സ്പോട്ടിൽ മരണമടഞ്ഞവർ, ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ബോധം മറഞ്ഞവർ, പാതി ജീവനിൽ പിടഞ്ഞവർ, രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടി ഒരു കൂട്ടം മനുഷ്യർ. നിലവിളി, ബഹളം, കണ്ടു നിൽക്കാനാകാത്ത സങ്കട കാഴ്ചയായിരുന്നു വാൽപ്പാറ സാക്ഷ്യം വഹിച്ചത്.
അപകടത്തിൽപ്പെട്ട വാഹനം താഴേക്ക് പതിക്കുന്നതിനിടയിൽ പാറക്കെട്ടിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മുന്നിൽ നിന്ന് തെറിച്ചു വീണവരാണ് രക്ഷപ്പെട്ടത് എന്നും ചില വിവരങ്ങളുണ്ട്. അപകട കാരണം കണ്ടെത്തണമെങ്കിൽ നൌഷാദിന്റെ മൊഴി രേഖപ്പെടുത്തണം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നൌഷാദ് ഇപ്പോഴും ചികിത്സയിലാണ്. വിനോദയാത്രയുടെ ആനന്ദം കണ്ണീർ കടലായി മാറിയ കാഴ്ചയ്ക്കാണ് വാൽപ്പാറ ചുരം സാക്ഷ്യം വഹിച്ചത്. പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ട്രാവലർ 13-ാം ഹെയർപിൻ വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞപ്പോൾ പൊലിഞ്ഞത് 9 വിലപ്പെട്ട ജീവനുകളാണ്. ചിരിച്ചും ആടിപ്പാടിയും മടങ്ങിയ ആ സംഘത്തിന്റെ സ്വപ്നങ്ങൾ 9-ാം വളവിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ തകർന്നു വീണു. ദുരന്തത്തിൽ പരിക്കേറ്റ് ഇനി 4 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ നിരീക്ഷണത്തിലാണ്. 7 സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം 9 പേരുടെ വിയോഗം പാങ്ങ് ഗ്രാമത്തിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായെങ്കിലും ഉറ്റവരുടെ മനസ്സിലെ മുറിവ് ഉണങ്ങാത്ത വേദനയായി ബാക്കി നിൽക്കുകയാണ്. പരിക്കേറ്റവർ ജീവിതത്തിലേക്ക് വേഗം മടങ്ങി വരാനുള്ള പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവൻ, ഒപ്പം നമ്മളും. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ആശങ്കാജനകമാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ നിലയാണ് ഗുരുതരം. ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുള്ള സഹദിൻ മുഹമ്മദിനെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെയും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് യാത്രകൾ പോകുമ്പോൾ. യാത്രകൾ നമുക്ക് സന്തോഷം തരുന്നതാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ കൂടെ ഉള്ളപ്പോൾ പോകുന്നത് അതൊരു വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വലിയ അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഡ്രൈവർമാർക്ക് എന്നും വെല്ലുവിളിയാണ് മലനിരകളിലെ ചുരങ്ങൾ. വയനാടിൻ ചുരമായാലും ഇടുക്കിയിലെ ഹൈറേഞ്ച് പാതകളായാലും പശ്ചിമഘട്ടത്തിൻ്റെ മലമടക്കുകളിലൂടെയുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ടണ്ണുകളോളം ഭാരമുള്ള ചരക്കുകൾ കയറ്റി വലിയ ലോറികളും ട്രക്കുകളും ഈ കൊടും വളവുകൾ താണ്ടുമ്പോൾ ഡ്രൈവർമാരുടെ ശ്രദ്ധ 1 ഇഞ്ച് പാളിയാൽ പോലും അത് വലിയ ദുരന്തത്തിലാണ് കലാശിക്കുക. ശാരീരികമായ അധ്വാനത്തെക്കാൾ മാനസികമായ ഏകാഗ്രതയാണ് ഇത്തരം പാതകളിൽ അത്യാവശ്യം. പലപ്പോഴും പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും കുത്തനെയുള്ള കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും ഗിയർ മാറ്റുന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. ചുരങ്ങളിലെ സുരക്ഷിത യാത്രയ്ക്കായി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കും നമുക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, എന്നെ വെല്ലാൻ വേറെ ആരുമില്ല എന്നൊക്കെയുള്ള ഒരു സ്വയം അഹങ്കാരം ഉണ്ടാകും. പക്ഷേ അതൊന്നും അത്ര നല്ലതല്ല. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ, അതായത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വാഹനം ഓടിക്കാനല്ല അത് കൈകാര്യം ചെയ്യാനാണ് അറിയേണ്ടതെന്ന്. അതായത് ഏതൊരു അപകടം മുന്നിൽ വന്നാലും മനസാന്നിധ്യത്തോടെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയണം. മന്ത്രിയുടെ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വാഹനം ഓടിക്കാനല്ല പഠിക്കേണ്ടത്, അത് കൈകാര്യം ചെയ്യാനാണ്. കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഒരവസ്ഥയിലും നമുക്ക് ആ വാഹനത്തെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.